എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളുടെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ. നിങ്ങളെല്ലാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, ഒരു നല്ല ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിലോട്ട് സ്വാഗതം. ഇനി നമുക്ക് അടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൊരക്കയും കൂടെ അരിഞ്ഞെടുക്കാം. നമുക്ക് നല്ല അതും ഇതുപോലെ തന്നെ സ്ക്വയർ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. അടിപൊളി ഒരു വിഭവമാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കണം കേട്ടോ. ഇത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം. ഇതെല്ലാം കൂടെ അരിഞ്ഞുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ സ്ക്വയർ പീസുകളായിട്ട് നിങ്ങൾ അരിയണം കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇതെല്ലാം എനിക്ക് അരിഞ്ഞു വന്നപ്പോൾ ഇച്ചിരി തോനെ കണക്ക് വന്നു. ഒരു വലിയ ചൊരക്കായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡില്ല 3 പീസ് മാത്രമേ എടുത്തുള്ളൂ. ഒരെണ്ണം അങ്ങ് മാറ്റി. ഇത് നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് പോകാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യണം. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ എല്ലാ വീഡിയോയും കാണാൻ ബെല്ലമർത്തണം. ഓൾ ഓപ്ഷൻ വരും. അതിനകത്ത് ഞെക്കിയാൽ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം. അപ്പം നമ്മളെല്ലാം നല്ല സുരക്ഷിതരായിട്ടിരിക്കണം. ഇനി അടുത്ത ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മഴയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം ദൈവത്തിൻ്റെ പ്രാർത്ഥനയോട് നമുക്കെല്ലാം ഇരിക്കാം. എല്ലാവരും ശുഭപ്രതീക്ഷയോടും സന്തോഷത്തോടും ഇരിക്കണം. പുതിയ വിഭവത്തിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്കൊരു ഞാനൊരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. ഇതിൻ്റെ പാലെടുക്കാനായിട്ടാണ് കേട്ടോ. കുറച്ച് ശർക്കര എടുത്ത് ഒരു 2 ഉണ്ടയോളം എടുത്തിട്ടുണ്ട്. നമുക്ക് മധുരം ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. അധികം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉരുക്കി കൊണ്ടുവരാം. കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ഒരു 2 വിസിൽ കേൾപ്പിച്ചുകൊണ്ട് വരാം. നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടാനാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിന് ഒരു കാര്യം ഉണ്ടാക്കാനാണ്. നമ്മുടെ അടുത്ത വിഭവത്തിന് വേണ്ടി ഞാനിവിടെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ശർക്കര പാണി കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് വിഭവം ഉണ്ടാക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ള് കാണണം. ഒരു അടിപൊളി ഒരു വിഭവമാണ്. നിങ്ങൾ എല്ലാവരും ഇത് കാണണം കേട്ടോ. നമ്മളുടെ അടുത്ത വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ച് എൻ്റെ ഈ ലൈറ്റർ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ തീപ്പെട്ടിക്ക് വെച്ച് കത്തിച്ച് എനിക്ക് എന്തോ പ്രശ്നമെന്ന് അറിയാൻ വയ്യ കേട്ടോ. അപ്പം നമ്മൾ ഇത് വെച്ചു. പാത്രം വെച്ചു. നമ്മളിതിനുള്ള എല്ലാ വിഭവങ്ങളും ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ താണ്ട ഏലക്കായും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എല്ലാം മിക്കവാറും മറന്നു പോകും. അതുകൊണ്ടാണ് ഞാനിതെല്ലാം എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും മറന്നു പോകും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പാത്രം ഇങ്ങനെ അനന്ന് വരട്ടെ. അപ്പം നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? ഇപ്പം ഓരോന്നൊക്കെ നമ്മളെ അതിർത്തിയിലൊക്കെ ജമ്മു കാശ്മീരിലൊക്കെ ഓരോന്നൊക്കെ നടന്നില്ലേ. അത് എന്തായാലും നമുക്ക് അതിനകത്ത് കഷ്ടപ്പെട്ട് നമ്മളെ രാജ്യത്തെ രക്ഷിച്ച ആ ജവാന്മാർക്കെല്ലാം നമ്മൾ നന്ദി പറയണം. കാരണം അവരുടെ വിശപ്പും ദാഹവും ഉറക്കവും എല്ലാം കളഞ്ഞിട്ട് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ നാട്ടിന് വേണ്ടി പോരാടിയല്ലേ. അവർക്ക് എല്ലാ നന്മകളും ആരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും ഐശ്വര്യം എല്ലാം ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരാണ് നമ്മളുടെ നാട്ടിൻ്റെ രക്ഷകർ അല്ലേ. അവർക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇവിടെ പാത്രം ഇവിടെ അനന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മളുടെ
ചൊരക്കാടെ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു അപ്പച്ചട്ടി മേടിച്ചപ്പോഴേ ഒരു പുതിയ സ്റ്റിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ പ്രസ്റ്റീജിൻ്റെ ഒരു അപ്പച്ചട്ടി മേടിച്ചായിരുന്നു, എഡ്ജി പ്രസ്റ്റീജ് ബൈ പ്രസ്റ്റീജ്. അപ്പം ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളുടെ ചൊരക്കാ കുഞ്ഞിങ്ങനെ ഈ നെയ്ക്കകത്ത് ഇങ്ങനെ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. നമ്മളിന്ന് ചൊരക്ക കൊണ്ടൊരു പായസമാണ് വയ്ക്കുന്നത് കേട്ടോ. നിങ്ങളെങ്ങനെ ചൊരക്ക പായസം കൂട്ടിയിട്ടുണ്ടോ? എന്നാൽ ഇന്ന് എൻ്റെ കൂടെ പോരെ. ഇതേ കണക്ക് നിങ്ങളുണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ചൊരക്ക പായസം നിങ്ങൾക്ക് കുടിക്കാം. നമ്മുടെ നെയ്ക്കകത്ത് കിടന്നിങ്ങനെ നമ്മളെ ചൊരക്ക കുട്ടന്മാർ ഇങ്ങനെ വഴന്ന് വരട്ടെ. നമ്മളിവിടെ പിടിച്ച ഒരു ചൊരക്ക കൊണ്ടുള്ളൊരു പായസമാണ് വയ്ക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എല്ലാം നേരത്തെ അങ്ങ് തയ്യാറാക്കി വെച്ച്, അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇതിരി ഒന്ന് വാടി വരട്ടെ. ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വരട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊണ്ട് കഴിക്കാനൊക്കെ കിട്ടുമല്ലേ. അങ്ങനെയാണ് നെയ്യില്ലാത്ത വഴിക്കുന്നത് കേട്ടോ. നമ്മുടെ ചൊരക്ക ഇങ്ങനെ നെയ്ക്കകത്ത് കിടന്ന് ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് അടുത്തത് എന്താണ് ചേർക്കേണ്ടത്? അടുത്തത് നമുക്കിനി ചേർക്കേണ്ടത് ശർക്കരയാണ്. നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉരുക്കി ഇങ്ങനെ വെച്ചിരുന്ന ആവശ്യത്തിനുള്ള ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഇതിലേക്കൂടെ വെച്ച് നമുക്ക് ഇവനെയൊന്ന് ഈ ശർക്കരയൊക്കെ ഈ ചൊരക്കകത്ത് നല്ലതുപോലെ പിടിച്ചു വരട്ടെ. ഇവനൊന്ന് ശർക്കരയിലൊന്ന് പുളിച്ച് വരട്ടെ. നമുക്ക് കുറച്ചും കൂടെ ചേർക്കാം. ഇച്ചിരി മധുരം കൂടിയാലും കുഴപ്പമില്ല. നമ്മുടെ പായസം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിങ്ങനെ വിചാരിച്ച് ഇത് വെച്ചൊരു പായസം വെച്ച് നോക്കാം. ഇതിനകത്ത് വലിയ ഇതൊന്നും ഇല്ലല്ലോ. നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കാം. ഈ പായസത്തിനകത്ത് ശർക്കരയൊക്കെ ഇങ്ങനെ പിടിച്ചു വരട്ടെ. നല്ല നല്ല ഉറാന്ന് ഞാൻ വെച്ചത്. ഞാനതിങ്ങനെ ശർക്കര ഉരുക്കി ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ച്, അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഉരുക്കി വെച്ചിരിക്കുന്ന എടുത്തങ്ങ് ഇച്ചിരി ഒഴിച്ചാൽ മതിയല്ല. വെച്ചെല്ലാവർക്കും ഒക്കെ ഇച്ചിരി കൊടുക്കാം. അതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഇച്ചിരി മതിയല്ല. അപ്പം ഇത് എല്ലാവർക്കും ഇച്ചിരി കൊടുത്ത് എനിക്കൊരു സന്തോഷം അവരുടെ അഭിപ്രായമൊക്കെ കേൾക്കുന്നത്. അപ്പം എല്ലാവർക്കും ഞാൻ ഇച്ചിരിയൊക്കെ കൊണ്ടുകൊടുത്തിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ. നമ്മൾ അടപ്പായസം പോലെ ബർമസലി പായസം പോലെ അങ്ങനെ അത്രയൊന്നും ആകത്തില്ലെങ്കിൽ എന്തായാലും അല്ലെങ്കിൽ ഈ പോലേക്ക് ഒരിക്കലും യഥാർത്ഥമായിട്ട് ആവത്തില്ലല്ലേ. ഇപ്പം പറയത്തില്ല അച്ഛനെ പോലെ, അമ്മയെ പോലെ, പെങ്ങളെ പോലെ, അമ്മായിയമ്മ, അങ്ങനെയൊക്കെ ഓരോന്ന് പറയത്തില്ലേ. പോലേക്കൊന്നും ഒരു വിലയില്ല. യഥാർത്ഥത്തിലുള്ളതിനെ യഥാർത്ഥത്തിൽ നല്ല വിലയുള്ളൂ. അപൂർവം 1% മാത്രമേ ഈ പോലേക്ക് വാല്യൂ ഉള്ളൂ. അമ്മയെ പോലാണ്, അച്ഛനെ പോലാണ്, സഹോദരനെ പോലാണ്, സഹോദരിയെ പോലാണ്, മകളെ പോലാണ്, മകനെ പോലാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. കാര്യത്തിലെടുക്കുമ്പോൾ ഈ പോലേക്ക് ഒരു വിലയും കാണത്തില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില്ല ഞാൻ ഉൾപ്പെടെയുള്ളവരെ പറയുന്നത്. എന്തുവായാലും നമുക്ക് ഇപ്പം ഇപ്പം മക്കൾ തന്നെ ആയാലും ശരി, നമുക്ക് അവരോട് തോന്നുന്ന ഒരിത് നമുക്ക് വേറൊരാളോട് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി അത്ര നമുക്ക് വരത്തില്ല. സ്വന്തമായിട്ട് സ്വന്തം കുഞ്ഞിനോട് തോന്നുന്ന ആ ഒരു ഇത് ഇപ്പം സഹോദരങ്ങളെ ആയാലും എല്ലാവരുടെ ആയാലും അങ്ങനെ ഈ പോലേക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉള്ളു. എല്ലാവരും ഇങ്ങനെ പറഞ്ഞാലും ശരി എനിക്ക് മകളെ പോലാണ്, അതിലൊരു 2% ആളുകൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. പോലെ എന്നൊക്കെ പറയും. ചിലപ്പോൾ നമ്മൾ ഈ പോലെ കണക്കാക്കിയിട്ട് നമുക്ക് തന്നെ നല്ല പണി കിട്ടും.
നമ്മുടെ മക്കളെ പോലെയൊക്കെ കണക്കാക്കിയാൽ അതാണ്ട് കീപ്പ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയത്തില്ല. അതായത് ഒരു വണ്ടി നമ്മൾ മുമ്പോട്ട് പോകുമ്പം ബാക്കിലത്തെ വണ്ടി ഫ്രണ്ടിലത്തെ വണ്ടിയുടെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന നടത്തില്ല, കീപ്പ് ഡിസ്റ്റൻസ്. എല്ലാവരുമായിട്ട് ഒരു അകലം പാലിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ? ഒരു കീപ്പ് ഡിസ്റ്റൻസ് വേണം. നമുക്കൊരു 100% നമ്മൾ വിശ്വസിക്കുന്ന ആയാലും ശരി തന്നെ 100% ആരെയും വിശ്വസിക്കരുത്. 10% നമ്മളേതായിട്ട് നമ്മൾ വയ്ക്കണം. നമ്മൾ വിചാരിക്കും നമ്മളുടെ ചിലപ്പോൾ ഇന്നസെന്റ് കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളൊരു വിശ്വസിച്ച് പറയുന്നത്. ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് തന്നെ അത് പണി കിട്ടും. ഒരു 10% ഏത് സത്യങ്ങളായ ആരെടുത്തായാലും തുറന്നു പറയുന്ന ആയാലും എല്ലാം. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാവരുടെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പറയും. എന്താ നിങ്ങളെടുത്ത് പറഞ്ഞില്ല അതെയല്ല തന്നെ ഞാൻ പറഞ്ഞതാ. എല്ലാവരും അങ്ങനെ തന്നെ വേണം. പിന്നെ വേണ്ടത് ഒരു 10% നമ്മൾ എല്ലാവരും നമ്മൾ ഈ പോലേക്ക് അത്രയ്ക്ക് വിലയുണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ കേട്ടോ. കാര്യത്തോടെ എടുക്കുമ്പം സ്വന്തത്തിന് മാത്രമായിരിക്കും എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊന്നും തോന്നരുതേ. പായസം അടപ്രഥമ പോലെ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അടപ്രഥമന് അടപ്രഥമന്റെ വിലയുണ്ട്, വെൺപശലിക്ക് അതിന്റെ, കടലപ്പരിപ്പിന് അതിന്റെ. അപ്പൊ നമ്മളെ ചൊരയ്ക്കൊക്കെ അതിന്റെ വില കാണും എന്നാ ഞാൻ പറഞ്ഞത് കേട്ടാ. ഒന്നും കുഴപ്പമില്ല, എല്ലാം നല്ലത് തന്നെ. ഓരോന്നിനും ഓരോ രീതിയിലാണെന്ന് മാത്രം ഞാൻ പറഞ്ഞത്. നമ്മളെ കാണിച്ചു തരാം, ഒരുവിധമൊക്കെ എന്നിട്ട് പിടിച്ചിട്ടാ. കണ്ടാ നമ്മളെ ചൊരക്കാക്കുട്ടനെ ശർക്കര പണിക്കകത്ത് ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഓ അടിപൊളി കേട്ടാ. കണ്ട നമുക്ക് ഞാൻ ചൊരക്ക കൊണ്ട് കറി ഉണ്ടാക്കി തന്നു, പൊരിച്ച് തന്ന്, പഞ്ചായ വിഴുക്ക് വരട്ടി, ദണ്ടപ്പം പായസം ഉണ്ടാക്കുന്നു. നമ്മുടെ ചൊരക്ക വിഴുക്ക് വരട്ടിയത് നിങ്ങൾ കണ്ട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വലിയ തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ സോസുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ. ഞാൻ ഇച്ചിരി എരിയും എല്ലാം നിന്നപ്പോൾ ഒരു ഇച്ചിരി മധുരം ഒക്കെ ചെല്ലട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാ ചെയ്തേ കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ തന്നെ നമുക്ക് പറക്കി അങ്ങ് കഴിക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തന്നതല്ല. ഞാനൊരു പൊടിക്കോളം പരലിപ്പും കൂടെ അതിനകത്ത് ചേർക്കുന്നു കേട്ടോ. എല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്കിനി പാലുകളൊക്കെ ചേർക്കണം കേട്ടോ. ഞാനേ പോലെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. നമ്മൾ പത്രം എടുത്ത് തുറന്ന് നോക്കിയാൽ മതി. കുഞ്ഞുങ്ങളുടെ കാര്യം വരെ മകളെ പോലെയൊക്കെ കാണിച്ചിട്ട് കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ടാലേ നമ്മൾ ഹൃദയം അലിഞ്ഞു വന്ന കാര്യം. എന്താ ഇപ്പോൾ ഒരു 3 വയസ്സുകാരി പെൺകുട്ടിയെ. കുഞ്ഞുങ്ങൾ സ്വന്തം വീട്ടിൽ കൂടി സുരക്ഷിതരല്ലെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ജാഗ്രതയോട് തന്നെ ഇരിക്കണം കേട്ടോ. നമുക്ക് ഇതിനകത്ത് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മളുടെ ചവ്വരിയും ശർക്കരയും കൂടി ഇങ്ങനെ വഴന്നു വരുന്നത് കണ്ടാ നിങ്ങൾ. മൂന്നാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ശർക്കര ഇന്ന പാത്രത്തിൽ തന്നെ ഇച്ചിരി ഒഴിച്ചിട്ട് നമ്മൾ മൂന്നാം പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനുണ്ട് ഒരു 2 സ്പൂണോളം കോൺഫ്ലവറും കൂടെ ഇതിനകത്ത് ചേർക്കുകയാണ്. ഒരു കട്ടിയായിട്ടൊന്ന് വരാൻ വേണ്ടിയാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. എനിക്ക് ഇച്ചിരി കോൺഫ്ലവറൊക്കെ ചേർത്ത് ഇങ്ങനെ കട്ടിക്കൊക്കെ ഇങ്ങനെ കുറുകിയിരുന്ന് എനിക്കിഷ്ടമാണ് കേട്ടോ. ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ട്. എന്നെ ഇടയ്ക്കൊക്കെ ഇവിടെ എല്ലാവരും കളിയാക്കിയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ഇങ്ങനെ കുറുകി വരുമ്പോൾ ഉള്ള ആ ഒരു ഗ്ലേസിങ് ഉണ്ടല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ട നല്ല ഗ്ലേസിങ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുന്നത് തന്നെ. ഇതിനകത്ത് നമുക്ക് 2ാം പാലും കൂടെ ഒന്ന് ചേർക്കാം. കണ്ടോ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കി. അതൊരു സത്യം നിങ്ങളോട് പറയണമല്ലോ. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ചൊരയ്ക്ക കൊണ്ടൊരു പായസം ഉണ്ടാക്കി. നമ്മൾ മാങ്ങ വെച്ചുണ്ടാക്കുന്ന
ചക്ക വെച്ചുണ്ടാക്കുന്നു. ഞാൻ മാങ്ങയൊക്കെ വെച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതിനെ എല്ലാവരും കൂട്ടിയിട്ടൊക്കെ എന്തോ പറയുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. കണ്ടനൊക്കെ അടിപൊളി. അപ്പം ഞാനെന്തായാലും എല്ലാവർക്കും കൊടുത്തിട്ട് ഞാനിതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. കണ്ട ഇപ്പം തന്നെ അവരെ കാണാൻ എന്ത് രസമുണ്ടെന്നൊക്കെ കണ്ട. നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്നുണ്ട. നമുക്കിതിനകത്ത് 1 പാലും കൂടെ ചേർക്കണം. എനിക്ക് കോൺഫ്ലവർ ഒന്ന് വെന്ത് വരട്ടെ. അതുകൊണ്ട് ഞാനിങ്ങനെ തീ കുറച്ചിട്ടേക്ക് കേട്ടോ. പരിപ്പ് മൂപ്പിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കണം. ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഏലക്കാപ്പൊടിയൊക്കെ ഞാൻ എല്ലാം ഈ ശർക്കരയൊക്കെ ആയാലും ഞാൻ ഉരുക്കി അങ്ങ് കുപ്പിയിലാക്കി അങ്ങ് വെച്ചേക്കും. അത്യാവശ്യത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാമല്ലോ. അങ്ങനെ ഓരോന്നുണ്ട്. തേൻ എല്ലാം ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട ഒരു ഭംഗിയുണ്ടല്ലേ കാണാൻ തന്നെ ഭംഗിയുണ്ട്. ഇപ്പം നമ്മളെ ചൊരക്കാക്കുട്ടിയാന്ന് ആരെങ്കിലും പറയൂ? എല്ലാവർക്കും കൊടുത്തിട്ട് വേണം സർപ്രൈസ് പൊട്ടിക്കാൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എന്തായാലും ഞാനൊന്ന് ചെറുതായിട്ട് മധുരം നോക്കട്ടെ. ഇനി അടുത്ത പാല് ചേർക്കണം. എങ്കിൽ നമുക്ക് മധുരം ചേർക്കണമെങ്കിൽ ഇച്ചിരി പ്രകൃതിക്ക് കൊടുക്കുന്നു, ഇച്ചിരി നമ്മൾ അടുപ്പിന് കൊടുക്കുന്നു. ഇനി എൻ്റെ വയറ്റിലേക്ക് ഇച്ചിരി കൊടുക്കും. ഒരു പീസും കൂടെ എടുത്തിട്ട് നോക്കാം. അതിനകത്ത് ശർക്കര പിടിച്ചോന്ന് അറിയണമല്ലോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കഴിക്കാനെന്നാൽ എന്തുമായിരിക്കും. മഴയൊക്കെ പിടിച്ചോണ്ട് കേട്ടോ. അറിയത്തില്ല കേട്ടാ. പിന്നെ ടേസ്റ്റ് അമ്മേ നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം കേട്ടാ. ഞാൻ ചുമ്മാതെ പറയുന്നതല്ല. അപ്പൊ വെറുതെ ഞാനിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും പരീക്ഷിക്കാനൊന്നും പോകത്തില്ല. ഇതിപ്പോൾ കണ്ട യൂട്യൂബിൽ നിങ്ങളൊരു ജോലിക്കാരി ആയതുകൊണ്ടാണ് ഓരോരോ പരീക്ഷണങ്ങളെടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും നോക്കണം. അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ, നമ്മുടെ ഓരോ വസ്തുക്കളും ഏറ്റവും നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അതും നമ്മളെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ കണ്ട നിങ്ങളിത് കാണുന്നുണ്ട്. ഇനി നമുക്ക് 1 പാല് ചേർക്കണം, ഏലക്കാപ്പൊടി ചേർക്കണം. നമ്മുടെ കോൺഫ്ലവറുടെ വെന്ത് കാണുമല്ലോ. നമ്മളിപ്പോൾ ഒരു 8-10 മിനിറ്റ് ആയല്ലോ. ഓ അടിപൊളി പായസം, നമ്മളുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ട ഒരു അടപ്പായസത്തിൻ്റെ പോലെ തോന്നുന്നല്ലേ? പോലേ ഉള്ളു കേട്ടാ. ഇത് നമ്മളെ ചൊരക്കാ പായസമാണ് കേട്ടാ. പോലേക്കൊന്നും ഒരു 5% മാത്രമേ പോലേക്ക് വിലയുള്ളൂ. അല്ലാതെല്ലാം പോലേക്ക് വിലയില്ലാത്തതാണ് കേട്ടാ. ഇത് ചൊരക്കാ പായസമാണ്. അപ്പം നമുക്കിതിനകത്തേക്ക് നമ്മുടെ 1 പാലിങ്ങനെ പയ്യെ ചേർത്ത് കൊടുത്താലോ. നമുക്ക് 1 പാലിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് ഇളക്കണ്ട. ഞാൻ തീ കുറച്ചിട്ടിരിക്കുകയാണ്. നമ്മളൊരു 1.5 മുറിയോളം തേങ്ങ എടുത്തായിരുന്നു. ഇനി നമുക്ക് ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പശുപാലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. പക്ഷേ നമ്മൾ തേങ്ങാപ്പാലിനകത്ത് വെക്കുന്ന ഓരോ സാധനങ്ങൾക്ക് പയറ് പായസമായാലും അടപ്പായസമായാലും ബെർമസലി തന്നെ ആയാലും ശരി, നമ്മുടെ തേങ്ങാപ്പാലിനകത്ത് വയ്ക്കുന്ന ഒരു ടേസ്റ്റ് അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. കണ്ട നമ്മളുടെ ശർക്കരയും നമ്മളെ ചവ്വരിയും തേങ്ങാപ്പാലും നമ്മളെ പ്രധാന കഥാപാത്രമായ ചൊരക്കയും കൂടെ ഇങ്ങനെ ചേർന്ന് വരുന്നത് കണ്ടില്ലേ? നമുക്കിനി ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. അപ്പം നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഏലക്കാപ്പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയായിട്ട്
പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ കിടുക്കാച്ചി പായസം, ചൊരയ്ക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് എൻ്റെ ചാനലിൻ്റെ വിജയം. നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയ വിഭവങ്ങളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ പുതിയ ഏലക്കായും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ നോക്കിയാലേ എല്ലാവരും ചേർത്തിയല്ലേ. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്തിട്ട് ഒന്നുകൂടെ നോക്കണം. ഈ ഞാനങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഉപ്പ് നോക്കി ഇത്രയും സുന്ദരമായിട്ട്. അതിനൊക്കെ കൊണ്ടുകൊടുത്തിട്ട് ഇട്ട് എന്തൊരു പായസം എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഇച്ചിരി ശർക്കര കുറവുണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ പോയാൽ മേടിച്ചേ. അവർ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ പോലെ നല്ല മധുരവും ഉണ്ട് കേട്ടോ. അല്ലെ കുറുകുറാന്നിരുന്നുണ്ടേ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കൂടെ ചേർത്ത് തേങ്ങാക്കൊത്ത കിട്ടുന്നെങ്കിൽ. അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ വറുത്ത് ചേർക്കട്ടെ. ഇരുമ്പേട്ടി വെച്ചു. അതിലേക്ക് നമുക്ക് നെയ്യ് വെച്ച് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കിസ്മിസ് മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉണക്ക മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഇങ്ങനെ മൂത്ത് വരുന്നത് നിങ്ങൾ കണ്ട. തേങ്ങാക്കത്തും കൂടെ കിട്ടാൻ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസ് മൂത്തിട്ടുണ്ട്. നമുക്കിത് നമ്മളുടെ ചൊരയ്ക്ക പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഓ, ഇങ്ങേരുതാ വന്നത്. നമ്മുടെ പായസം കണ്ട അടിപൊളി പായസം നിങ്ങൾ കണ്ട. പായസം കണ്ട നിങ്ങൾ. പായസം ഒന്ന് കുടിച്ചൊക്കെ കാണിക്കണ്ടേ ഞാൻ. ചൊരയ്ക്ക പായസം ഒരു രക്ഷയില്ല കേട്ടോ. ആരും കണ്ടുപിടിക്കത്തില്ല. പ്രകൃതിദത്തമായിട്ടുള്ള രണ്ട് വിഭവങ്ങളും ഒന്നിനൊന്നിന് ബെസ്റ്റാട്ടോ. ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി നോക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പം തന്നെ ലൈക്ക് ബട്ടണിൽ ഇന്ന് വെല്ലം അമർത്തിയേക്കണേ. നന്ദി. ഇതിനകത്ത് ഈ സാധനമുണ്ട്. ഏത് സാധനം? ഇത് സാധനം. ഗുഡ് ഗേൾ, ഗുഡ് ബേബി. എങ്ങനുണ്ട്? ഇച്ചിരിയൂടെ നമ്മള് പാലും കൂടെ ചേർത്തിരുന്ന അതിന്റെ എല്ലാം ചെയ്തതാ. ഇഷ്ടപ്പെട്ടാ? നീ കുടിച്ച് തിന്ന് നോക്ക്. കഴിച്ചു നോക്കാൻ. നീ കഴിക്ക്. നീ വായിലോട്ട് വെക്കടേ. ആണോ? താങ്ക് യു.
ഇയാള് സൂപ്പർ പറഞ്ഞില്ലേ? സൂപ്പർ പറഞ്ഞു, സൂപ്പർ. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കടേ. ഇങ്ങനുണ്ട്? ഞാൻ വേറൊരു വിഭവം ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അത് ഇതായി പോവും. സൂപ്പർ. സൂപ്പറാണ്, ഇഷ്ടപ്പെട്ട. അപ്പം നമുക്ക് നമ്മുടെ പച്ചക്കറി സാധനങ്ങൾ കൊണ്ടേ ഞാൻ ഒരു 2 ആഴ്ച കൊണ്ടേ ഇത് വെച്ച് പായസം വെച്ചാൽ എന്താ? നമ്മൾ മാങ്ങയൊക്കെ വെച്ച് വെക്കുന്നില്ലേ, വലിയ ഒന്നുമില്ലല്ലോ, വ്യത്യാസങ്ങളൊന്നുമില്ലല്ലേ. അതുകൂടെ കഴിക്കും. ഫ്രൈ പോലെ തോന്നുന്നല്ലേ. പായസം ആദ്യം കുടിച്ചോണ്ടല്ലേ, ആദ്യം ഇത് തന്നാൽ മതിയായിരുന്നു. പായസം ആദ്യം കുടിക്കണ്ട. ഇഷ്ടപ്പെട്ടല്ലേ അല്ലേ നമ്മുടെ മീനി? ഇഷ്ടപ്പെട്ട? ഇതിൻ്റെ എല്ലാ റെസിപ്പി വരും കേട്ടോ. നിങ്ങളെല്ലാം